ബി.ജെ.പി. പ്രതിരോധത്തിലാകുന്ന ഇടങ്ങളിൽ കയറി ആക്രമിക്കുക എന്ന രീതിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടേത്. കാരണം പ്രതിപക്ഷ നിരയിൽ അതിനു തക്ക അംഗബലം ഇപ്പോഴുണ്ട്. കഴിഞ്ഞ തവണയും കഴിഞ്ഞതിൻ്റെ അങ്ങേ തവണയും രാജ്യം കണ്ട ഒരു പ്രതിപക്ഷം അല്ല ഇപ്പോൾ ഇവിടെയുള്ളത്. അടിക്ക് തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ മുന്നേറ്റം. ഒരു പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ ഗാന്ധി അതിന് നേതൃത്വം നൽകുന്നുമുണ്ട്. സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും മറ്റുള്ളവരും ഇക്കാര്യത്തിൽ രാഹുലിന് പിന്നിൽ ശക്തമായി അണിനിരക്കുന്നുണ്ട്. അതിനിടെ ആന്ധ്രാപ്രദേശിലെ YSR കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിലേക്ക് കടന്നു വരുമെന്നുള്ള പ്രതീക്ഷകളും ഉയർന്നു കഴിഞ്ഞു. ബി.ജെ.പി. മുന്നണിയുടെ ഭാഗമായി കേന്ദ്രത്തിൽ ഭരണത്തിലിരിക്കുന്ന തെലുങ്കുദേശം പാർട്ടി ആന്ധ്രാപ്രദേശിലെ പ്രതിപക്ഷ പാർട്ടികൾക്ക് എതിരെ നടത്തുന്ന അക്രമ സംഭവങ്ങൾ വാർത്തയായതിനു പിന്നാലെയാണ് നിർണായക തീരുമാനവുമായി ജഗൻമോഹൻ റെഡ്ഡി രംഗത്തെത്തിയിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ ബി.ജെ.പിക്ക് ഇപ്പോൾ ശക്തമായ തീരുമാനങ്ങളൊന്നും എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. ഉത്തർപ്രദേശിൽ യോഗി നടപ്പിലാക്കുന്ന പല മതപരമായ തീരുമാനങ്ങളും പ്രതിപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യപ്പെടുകയും ആവശ്യമാണെങ്കിൽ അത് കോടതിയിൽ എത്തുകയും അവിടെ നിന്ന് അനുകൂല വിധി സമ്പാദിക്കുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വെട്ടൊന്ന് മുറി രണ്ട് എന്ന രീതിയിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് ബി.ജെ.പി. മാത്രമല്ല, ഇപ്പോൾ തീരുമാനങ്ങൾ എന്തെങ്കിലും എതിരായി പോയാൽ സ്വന്തം മുന്നണിക്ക് അകത്തുനിന്ന് തന്നെ എതിർപ്പുകൾ ഉയരുന്നുമുണ്ട്. എന്നാൽ ഈ സാഹചര്യത്തിൽ ജനങ്ങളെയും മറ്റു സംഘടനകളെയും സ്വാധീനിച്ചുകൊണ്ടാണ് രാഹുൽ ഗാന്ധി മുന്നോട്ട് പോകുന്നത്. അതിനുദാഹരണമാണ് കഴിഞ്ഞ ദിവസം കർഷക നേതാക്കളുമായി രാഹുൽ ഗാന്ധി നടത്തിയ കൂടിക്കാഴ്ച. മോദി സർക്കാർ കൈയൊഴിഞ്ഞ ഈ കർഷക നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ചെന്ന് കണ്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേട്ട് അത് അംഗീകരിക്കണമെങ്കിൽ ആ കർഷക നേതാക്കൾ രാഹുൽ ഗാന്ധിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് അത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ബുധനാഴ്ച പാർലമെന്റിൽ വച്ചായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ശംഭു അതിർത്തിയിൽ പ്രതിഷേധിക്കുന്ന കർഷക സംഘടനാ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയത്. യോഗത്തിന് ശേഷം കർഷക നേതാക്കൾക്ക് തൻ്റെ പിന്തുണ രാഹുൽ ഗാന്ധി അറിയിക്കുകയും ചെയ്തു. മാസങ്ങളായി ശംഭു അതിർത്തിയിൽ പ്രതിഷേധത്തിലാണ് കർഷക സംഘടനകൾ എന്നറിയാമല്ലോ. ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്ത കർഷകരെ ശംഭു അതിർത്തിയിൽ വച്ച് തടയുകയായിരുന്നു. ആദ്യത്തെ ഡൽഹി പ്രതിഷേധ സമയത്ത് തങ്ങൾക്കും നൽകിയ ഉറപ്പുകൾ ഇതുവരെ സാധിച്ചിട്ടില്ല എന്ന ആരോപണമാണ് കർഷക സംഘടനകൾ ഉയർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കർഷക സംഘടനകൾ രണ്ടാമതും ഡൽഹിയിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചതും തുടർന്ന് അവരെ സംസ്ഥാന അതിർത്തിയിൽ വച്ച് തടയുകയും ചെയ്തത്. മാസങ്ങൾ നീണ്ട കാത്തിരിപ്പിന് ഒടുവിലും ഒന്നും നടക്കില്ല എന്ന് ബോധ്യമായതോടെയാണ് രാഹുൽ ഗാന്ധിയെ കാണാൻ കർഷക നേതാക്കൾ തീരുമാനിച്ചതും ആ കൂടിക്കാഴ്ച കഴിഞ്ഞ ദിവസം സംഭവിച്ചതും. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ചർച്ചയ്ക്ക് വന്ന കർഷക നേതാക്കൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് മടങ്ങിപ്പോയത്. കഴിഞ്ഞ ദിവസം രണ്ട് കാര്യങ്ങൾ സംഭവിച്ചു. ഒരു വശത്ത് കർഷക നേതാക്കൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. മറുവശത്ത് ശംഭു അതിർത്തിയിൽ തമ്പടിച്ചു കിടക്കുന്ന കർഷകരെ സംബന്ധിച്ച് രാജ്യത്തെ ഏറ്റവും വലിയ കോടതിയായ സുപ്രീം കോടതിയിൽ ഒരു സുപ്രധാന വാദവും നടന്നു. വാദം കേൾക്കലിന് ശേഷം ശംഭു അതിർത്തിയിൽ തൽസ്ഥിതി തുടരുമെന്ന് കോടതി ഉത്തരവിട്ടു. കർഷകരുമായി സംസാരിച്ച് സർക്കാർ പരിഹാരം കാണണമെന്ന നിർദ്ദേശവും കോടതി സർക്കാരിന് നൽകി. അതായത് ഇനി കഴിവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാരണങ്ങളോ ചൂണ്ടിക്കാട്ടി സർക്കാരിന് കർഷകരുമായി ചർച്ചകൾ നടത്താതിരിക്കാനാകില്ല എന്ന്. സമരം ചെയ്യുന്ന കർഷകരുടെ വാക്ക് സർക്കാർ കേട്ടേ കഴിയൂ. വളരെ രൂക്ഷമായ ഭാഷയിലാണ് സുപ്രീം കോടതി കർഷകരുടെ കാര്യത്തിൽ സർക്കാരിനെ വിമർശിച്ചത്. കർഷകരുടെ ഹർജികളിൽ വാദം കേൾക്കുന്നതിനിടെ കർഷകരുമായി സംസാരിക്കാൻ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മുൻകൈ എടുത്തിട്ടുണ്ടോ എന്ന് സുപ്രീം കോടതി ചോദിച്ചു. അവരെ വിശ്വാസത്തിലെടുക്കാനോ അവരുടെ വിശ്വാസം നേടിയെടുക്കാനോ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ടോ? ആദ്യം അവരോട് സംസാരിച്ച് അവരുടെ കാര്യങ്ങൾ കേൾക്കൂ എന്നാണ് സുപ്രീം കോടതി സർക്കാരിനോട് പറഞ്ഞത്. നിങ്ങൾ മന്ത്രിമാരെ അയച്ചാൽ മതി, അവർ സംസാരിക്കട്ടെ. മന്ത്രിമാർ എത്തുമ്പോൾ അവർ സർക്കാരിനെ പ്രതിനിധീകരിക്കുന്ന ആൾക്കാരാണെന്ന് കർഷകർക്ക് മനസ്സിലാകും. കർഷകരുടെ ആത്മവിശ്വാസം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. കർഷകരുടെ വിശ്വാസം നേടിയെടുക്കേണ്ട സമയമാണിതെന്ന് രാജ്യത്തെ ഏറ്റവും വലിയ കോടതി സർക്കാരിനെ ഓർമ്മിപ്പിച്ചു. കോടതി ഈ അഭിപ്രായ പ്രകടനം നടത്തിയതിന് പിന്നാലെ കർഷക നേതാക്കൾ ആദ്യം എത്തിയത് രാഹുൽ ഗാന്ധിയെ കാണാനാണ്. ഭരണകൂടത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആരെയും കാണാതിരുന്നതിന് കർഷക നേതാക്കൾക്ക് കാരണമുണ്ട്. കാരണം ഇതുവരെയും അവരുടെ കാര്യങ്ങളിൽ ഇടപെടാനോ അവരുമായി സംസാരിക്കാനോ ഭരണകൂട സ്വാധീനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരാൾ പോലും ശ്രമിച്ചിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെ കാണാൻ വേണ്ടി കർഷക നേതാക്കൾ എത്തിയത്. കഴിഞ്ഞ 2 തവണയും ഇല്ലാതിരുന്ന പ്രതിപക്ഷ നേതൃസ്ഥാനത്തിന് ശക്തി കൈവരിക്കുന്ന കാഴ്ചകളാണ് രാഹുൽ ഗാന്ധി അധികാരത്തിൽ കയറിയതോടെ ദൃശ്യമാകുന്നത്. സുപ്രീം കോടതിയുടെ അഭിപ്രായം പുറത്തു വന്നതിന് പിന്നാലെ രാഹുൽ ഗാന്ധിയും കർഷകരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. യോഗത്തിന് ശേഷം വളരെ സന്തോഷത്തോടു കൂടിയാണ് രാഹുൽ ഗാന്ധിയും കർഷക നേതാക്കളും പുറത്തേക്ക് വന്നത്. പുതിയ പ്രതിപക്ഷ നേതാവിൽ തങ്ങൾ വിശ്വാസം അർപ്പിക്കുന്നു എന്ന് കർഷക നേതാക്കൾ വ്യക്തമാക്കുകയും ചെയ്തു. പ്രതിപക്ഷ നേതാവ് തങ്ങളെ ശ്രദ്ധിച്ചുവെന്നും തങ്ങളോട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയെന്നും രാഹുൽ ഗാന്ധിയെ കണ്ടതിന് ശേഷം കർഷകർ പറഞ്ഞു.
MSP ഉറപ്പു നൽകുന്നതുമായി ബന്ധപ്പെട്ട വിഷയവും രാഹുൽ ഗാന്ധിയും കർഷക നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യപ്പെട്ടു. കർഷകരുടെ പ്രശ്നം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും രാഹുൽ ഗാന്ധി അവർക്ക് ഉറപ്പു നൽകി. മാത്രമല്ല, ഹരിയാനയിൽ കർഷകരെ വെടിവെച്ചു കൊന്ന സംഭവം പാർലമെന്റിൽ ഉന്നയിക്കുമെന്നും സ്വതന്ത്ര അന്വേഷണം ആവശ്യപ്പെടുമെന്നും രാഹുൽ ഗാന്ധി കർഷകരോട് വ്യക്തമാക്കി. ഇക്കാര്യങ്ങളൊക്കെ ഉറപ്പു നൽകിയതായി കർഷകർ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. രാജ്യത്തെ കർഷകരുടെ ആവശ്യങ്ങളെ പരസ്യമായി പിന്തുണയ്ക്കുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് രാഹുൽ ഗാന്ധിയിലൂടെ കണ്ടതെന്ന് കർഷക നേതാക്കൾ പറയുന്നു. MSPക്ക് നിയമപരമായ ഉറപ്പ് കോൺഗ്രസ് പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിട്ടുണ്ടെന്നും രാഹുൽ ഗാന്ധി കർഷകരോട് പറഞ്ഞു. കർഷകർക്കു വേണ്ടി തെരുവുകൾ മുതൽ പാർലമെന്റ് വരെ കോൺഗ്രസ് ഒപ്പം നിൽക്കുമെന്നും രാഹുൽ ഗാന്ധി അവരോട് വ്യക്തമാക്കി. 2014-ലും 2019-ലും പ്രതിപക്ഷ നേതൃസ്ഥാനം നൽകാതെയാണ് BJP സർക്കാർ കോൺഗ്രസിനെ തകർക്കാൻ നോക്കിയത്. കോൺഗ്രസ് ഇതര ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തി ഭരണം നടത്തുന്ന BJPക്ക് എപ്പോഴും പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറഞ്ഞാൽ അലർജി തന്നെയാണ്. എന്നാൽ ഇനി ഒരുപക്ഷെ അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത്തവണ ശക്തമായ തിരിച്ചുവരവാണ് കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ ഇരട്ടി സീറ്റുകൾ നേടുകയും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് രാഹുൽ ഗാന്ധി വന്നെത്തുകയും ചെയ്തതോടെ ആ പാർട്ടിയിൽ വലിയൊരു ഉണർവ് ദൃശ്യമായി കഴിഞ്ഞു. പല കാര്യങ്ങളിലും രാഹുൽ ഗാന്ധിയുടെ ഇടപെടൽ ദൃശ്യമാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ കേന്ദ്ര ബജറ്റ് കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഞാനൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ ഒരു തിരഞ്ഞെടുപ്പ് നടന്നാൽ ഉറപ്പായും ഇന്ത്യ മുന്നണിയായിരിക്കും അധികാരത്തിൽ എത്തുന്നത്. പ്രധാനമന്ത്രിയാകുന്നത് രാഹുൽ ഗാന്ധിയും. തമാശ പറഞ്ഞതല്ല. ട്രെൻഡ് ഇപ്പോൾ അങ്ങനെയാണ്.